ഹലോ, മിസ് കുക്കിംഗ് ഡേൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് റാഗിപ്പൊടി തേങ്ങ ചോറ് വെച്ചിട്ടുള്ളൊരു ദോശയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കുറച്ച് റാഗിപ്പൊടി എടുത്തിട്ടുള്ളത്. നമുക്ക് ദോശ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റാഗിപ്പൊടിയും തേങ്ങയും ചോറൊക്കെ കൂടുതൽ കൂട്ടിയെടുത്താൽ മതി. കുറച്ച് തേങ്ങ, കുറച്ച് ചോറ്. നമ്മളത് വെള്ളം ഒഴിച്ചിട്ട്, കുറേ വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലെല്ലാം അടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ മിക്സിയിലൊക്കെ നല്ല അടിച്ചെടുത്തു. നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ മിക്സിയിലൊക്കെ നല്ല അടിച്ചെടുത്തു. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. നമുക്കിത് ചുട്ടെടുക്കാം. ഇങ്ങനെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചു. എണ്ണയൊന്നും പരട്ടി കൊടുക്കണ്ട. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ദോശ തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അങ്ങനെ നമ്മള് റാഗി ദോശ നല്ല ദോശയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടും നമുക്ക് അടുത്ത ദോശയും കൂടി വെച്ചു കൊടുക്കാം. ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ഇങ്ങനെ ഓരോ ദോശയായിട്ട് ചുട്ടെടുത്താൽ മതി. അങ്ങനെ നമ്മൾ റാഗിയും തേങ്ങയും ചോറൊക്കെ വെച്ചിട്ടുള്ള ദോശ റെഡി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നല്ല കടലക്കറിയും രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ട് കൊണ്ടും വരാം. താങ്ക് യു.